ഹായ് നമസ്കാരം, എൻ്റെ പേര് റിയാസ്. നമ്മളെ കൂടെ ഉള്ളത് ഡോക്ടർ അല്ലാമീനാണ്. FMG പാസ്സായിട്ട് മോൾഡോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഹായ് 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 റിയാസ് ബ്രോ. ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. എന്താണ് അവിടെ വിശേഷം? നല്ല വിശേഷം. ഓക്കെ, നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ നിലവിൽ ഇപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അല്ലാതെ കുട്ടികളൊക്കെ എന്റെ ഓർമ്മ 1945 സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി വിധാനം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അത് മെയിനായിട്ട് ഒറ്റ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് പബ്ലിക് ആയിട്ട് മോൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ എയിംസ് എന്നൊക്കെ പറഞ്ഞ നല്ല വെൽ റാങ്കിങ് ഉള്ള ബെറ്റർ യൂണിവേഴ്സിറ്റി. എല്ലാ കുട്ടികളും ഇത് പോയിരിക്കുന്ന ഇതുവരെ ഇപ്പൊ ഏകദേശം 6-7 വർഷമായിട്ട് ഞാൻ തന്നെ അവിടേക്ക് അഡ്മിഷൻസ് അല്ലേ. നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ഇതുവരെ ഒരു കുട്ടികളും വലിയൊരു കംപ്ലൈന്റ് പറയാത്തിരിക്കുന്ന കംപ്ലൈന്റ് പറയാൻ അവിടെ ഒന്നുമില്ല. അത് ഏകദേശം നമ്മളൊരു കേരള ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് അവിടുത്തെ സിലബസും കാര്യങ്ങളും. സിലബസ് എന്ന് വെച്ചാൽ USML സിലബസ് ആണ്. നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് ഇവിടെ വന്നത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ വർഷത്തെ ഈ ലാസ്റ്റ് എക്സാമിൽ പോലും FMG എക്സാമിൽ നല്ല ഞാനിപ്പോ പാസ് ഔട്ട് ആയത് ലാസ്റ്റ് ഇയർ ആണ്. ഇത്തവണ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിൽ തന്നെ ഏകദേശം 220 മാർക്ക് FMGക്ക് എടുത്ത സ്റ്റുഡൻസ് 300-225 നീറ്റിനകത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 680-700 മാർക്ക് മേടിക്കുന്ന സ്റ്റുഡൻസിന്റെ ലെവലാണ് അത്. അതെ. പിന്നെ അതുപോലെ തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോൾഡോവയെ സംബന്ധിച്ചോളം മോൾഡോവ എന്ന് പറഞ്ഞ ഒരു ചെറിയ കൺട്രിയാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും അവിടെ ഭയങ്കര റേസിസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ആണ്, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ഉണ്ടാവും. വേറൊരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, ഒരു പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫാക്കൽറ്റി ആണെങ്കിൽ പോലും നല്ല നല്ല ഫാക്കൽറ്റീസ് ആണ്. നമുക്കിപ്പോൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷം നമുക്ക് തിയറിറ്റിക്കലാണ്. അതിൽ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് ഡൈസെക്ഷന് വേണ്ടി ഒറിജിനൽ ബോഡിയാണ് കിട്ടുന്നത്, കടാവർ. അതിന് ശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയർ കഴിഞ്ഞിട്ടാണ് പല രാജ്യങ്ങളും കടാവർ ഇല്ല കേട്ടോ. അതറിയാലോ. ഇപ്പൊ പുതിയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല രാജ്യങ്ങളും കടാവർ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി അബ്രോഡ് MBBS സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസ് ഫസ്റ്റ് നോക്കാനുള്ള അവിടുത്തെ ക്ലിനിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ കഴിഞ്ഞ പിന്നെ ക്ലിനിക്ക് ഉണ്ട്. നമ്മൾ റോബോട്ടിക്സ് ആയിട്ടുള്ള കടാവർ പഠിച്ചിട്ട് നമുക്ക് നാട്ടിൽ വന്നൊരു റോബോട്ടിനെല്ലാം നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാനുള്ള അവിടെ കറക്റ്റ് ആയിട്ടുള്ള ബോഡി കിട്ടാവുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടോ, നല്ല എക്സ്പോഷർ ഉണ്ടോ എന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ 6-7 വർഷം മുമ്പ് മോൾഡോവയിൽ പോയതാണ്. നമുക്ക് ആദ്യം പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പാസ് ഔട്ട് സ്റ്റുഡൻസ് കുറവായിരുന്നു, 2, 3, 5 ഉള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തെ ഏകദേശം 300ഓളം പാസ് ഔട്ട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഏകദേശം 200ഓളം ആൾക്കാർ വർക്കിങ്ങിലാണ്. എന്നെ പോലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ FMG കഴിഞ്ഞ് ഒരു 6 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇന്റേൺഷിപ്പും കാര്യത്തെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിപ്പോ മെഡിക്കൽ കോളേജിലോട്ട് ട്രെയിനിങ്ങിന് വേണ്ടി കയറാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന നമ്മൾ എന്തായാലും ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരാണ് പുറത്തോട്ടുള്ളത് നോക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം മോൾഡോവ എനിക്ക് ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. ഞാനത് ബെറ്റർ എന്ന് പറയാൻ മറ്റൊരു റീസൺ എന്ന് വെച്ചാൽ പിന്നെ ആ യൂണിവേഴ്സിറ്റിനകത്ത് മെയിൻ ഫോക്കസ് എന്താണ് മെഡിസിൻ ആൻഡ് ഫാർമ. ഇതല്ലാതെ വേറൊരു സബ്ജക്റ്റ് ഇല്ല. പല യൂണിവേഴ്സിറ്റീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ ഒന്നും ഞാൻ ഉദാഹരണം പറയുന്നില്ല കേട്ടോ. എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി റാങ്ക് ടോപ്പ് ആയിരിക്കും. പക്ഷെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ അത് അവരുടെ പിന്നെ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ കോഴ്സും ഈ കോളേജിനകത്തുണ്ടായിരിക്കും. ഓക്കെ, മെഡിസിൻ നമ്മൾ ഉദാഹരണം പറഞ്ഞ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ, മെഡിക്കൽ കോളേജ് പോലെ അങ്ങനത്തെ ഒരു കോളേജ് വെറൈറ്റി ഉള്ളത് ഏതാണ്? മെഡിക്കൽ കോളേജാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ അടിച്ച് മോൾഡോവയിലെ നമ്മളെ ടെസ്റ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി എന്ന പേര്. അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും വേൾഡ് റാങ്കിൽ ഏകദേശം 800 സംതിങ് ആണ്. നല്ലതുപോലെ ഞാൻ പോണ സമയത്ത് 2000 വരുന്നു, അത് 800 ആയി. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് ഒന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ യൂറോപ്യൻ കൺട്രിയാണ്. ഇപ്പൊ യൂറോപ്പ് കൺട്രിയിലേക്ക് മാറി. പണ്ട് ബാൾട്ടിക് കൺട്രി, പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഇതിലായിരുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് സോവിയറ്റ് കൺട്രിയിൽ ഇപ്പം പണ്ട് നമ്മുടെ USSRന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ പിന്നെ യൂറോപ്പ് കൺട്രിയിലേക്ക് കാൻഡിഡേറ്റ് മെമ്പർ. നിയർ ബൈ കൺട്രി എന്ന് പറഞ്ഞാൽ റൊമേനിയ ഇപ്പൊ ഷെങ്കനിലോട്ടായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ റൊമാനിയയും ബൾഗേറിയയും ഷെങ്കനിലേക്ക്. അപ്പൊ മോൾഡോവ സൂൺ നമ്മളെ യൂറോപ്യൻ യൂണിയനിലുള്ള അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഒരു 2029 കയറുമെന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ചില ആളുകൾ ജോർജിയയുമായിട്ടൊക്കെ ശരിക്കും മോൾഡോവിനെ കമ്പയർ ചെയ്യും. ശരിക്കും ജോർജിയനായിട്ടൊന്നും മോൾഡോവിനെ കമ്പയർ ചെയ്യാൻ തന്നെ പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ ഞാനിപ്പോ ജോർജിയനെ അടിച്ചമർത്തി പറയുന്നല്ല. ജോർജിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിക്കണ ഏകദേശം നമ്മളെ മോൾഡോയുടെ ഇരട്ടി ഫീസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ എല്ലാരും അങ്ങനെ അഫോർഡബിൾ ആയിട്ട് പോകത്തില്ല. പിന്നെ ഫീസ് അവിടെ കുറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഈ കുട്ടികളോട് അത് കുറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഇപ്പോ പുതിയൊരു റൂൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ NMCയുടെ റൂളിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഒരു സംഭവങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ കേൾക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റഡി അബ്രോഡായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിള്ളേരെ കൊണ്ടുപോകുന്നതിൽ മാത്രമല്ല കാര്യം, അവരാ 6 അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് നമ്മൾ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ അമിനെ പോലുള്ള FMG കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഈ ഒരു ഹാപ്പിനെസ് നമുക്ക് പിന്നെ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഭാവി സേഫ് ആക്കി. അപ്പൊ കൂടുതലും നമ്മൾ ഈ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയാണ് മാറ്റർ. അപ്പൊ ചെറിയ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ കേൾക്കുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകും. പക്ഷെ ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് അന്വേഷിക്കുന്നില്ല. അത് നമുക്ക് പിന്നെ 6 വർഷം കഴിയുമ്പോഴത്തേക്കാണ് നമുക്കൊരു ബോധം ഉണ്ടാകുന്നത്. മാക്സിമം സ്റ്റുഡൻസ് നോക്കുമ്പോഴത്തേക്ക് അവര് കറക്റ്റായിട്ട് എൻക്വയറി ചെയ്ത് കറക്റ്റായിട്ട് അവിടെ പഠിക്കുന്ന ആൾക്കാരോട്ടൊന്ന് സംസാരിച്ച് ഗൈഡൻസ് എല്ലാം മനസ്സിലാക്കി അഫോർഡബിൾ ആണെന്ന് തോന്നിയിട്ട് മാത്രം ചെയ്യാം. എനിക്ക് ഇതിനകത്ത് പാരന്റ്സിനോട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ പിന്നെ നമ്മൾ ഏതായാലും നമ്മുടെ കുട്ടിയുടെ കരിയർ 6 വർഷം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് മെഡിസിൻ പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോഴേ 6 വർഷത്തെ കരിയറാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫാമിലിയുടെ ഭാഗത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫീസും കാര്യങ്ങളും കൽപ്പിക്കുന്ന സമയത്ത് വല്ലാത്ത ട്യൂഷൻ ഫീസ് കുറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിനേക്കാളും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ആ രാജ്യത്ത് പഠിക്കുന്ന ആ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, അതിനുശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചില സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ലക്ഷത്തിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ പാരന്റ്സിനോട് എനിക്ക് ഫുള്ളോട് യോജിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോഴത്തെ കേസ് ഇപ്പൊ ചീപ്പായിട്ടുള്ള കൺട്രീസിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പാസ് ഔട്ട് സ്റ്റുഡൻസ് ഉണ്ടാകുന്ന നോക്കണം. അതെ, ഫസ്റ്റ് നോക്കണം, ഹിസ്റ്ററി നോക്കണം. അതിനുശേഷം FMG പാസ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാകുന്ന നോക്കണം. അതിനുശേഷം UK, യൂറോപ്പ്, അമേരിക്കയിലോട്ട് എക്സാം ഏതെങ്കിലും ക്രാക്ക് ചെയ്ത് പോയിട്ടുണ്ടോന്ന് നോക്കണം. അപ്പൊ മോൾഡോയോട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ തന്നെ അതിൽ 2 പേര് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ USMLE പാസ്സായിട്ട് അവർ US-ലോട്ട് ഏകദേശം ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, 3rd സ്റ്റെപ്പ് എത്തി. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച 2 സ്റ്റുഡൻസ് ഇപ്പോൾ പ്ലാബിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അവർക്ക് GMC രജിസ്ട്രേഷൻ ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോയി അവിടുത്തെ 16 സ്റ്റേഷനുണ്ട്. ഓരോ സ്റ്റേഷനിൽ കയറി നമ്മളെ പോയിന്റ് അനുസരിച്ചാണ് നമ്മൾ പാസ്സാവുന്നത്. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളവിടെ GMC രജിസ്ട്രേഷൻ ആയി. ഇനി അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ജോലി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കണം. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഓപ്പർച്യൂണിറ്റി. കാരണം ഞാൻ പഠിച്ചപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അത് ഞാൻ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ഞാൻ മോശമായിട്ട് പറയല്ല കേട്ടോ. അതായത് ഇപ്പോൾ നീറ്റൊക്കെ എക്സാം എഴുതിയിട്ട് നല്ല മാർക്കിൽ പാസ്സാകുന്ന നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് ചീപ്പ് കൺട്രി എഡ്യൂക്കേഷൻ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിനകത്ത് 400-500 മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചില രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വളരെ മോശമായ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന എക്കണോമിക് പരമായിട്ട് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോകാറുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ നാട്ടില് ഫണ്ടിന്റെ അവർ പുറത്ത് പോകുമ്പോഴത്തേക്ക് ലോൺ എടുത്ത് പോകുമ്പോഴാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ പിന്നെ അത് ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ പോകും. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ പോകും. തിയറിയോ പ്രാക്ടിക്കലോ പഠിക്കാതെ നമ്മൾ എന്ത് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മളെ മോൾഡോയിൽ ഇപ്പോൾ ഏകദേശം 1500ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 1300-100ഓളം മലയാളീസ് ആണ്. 100 വെച്ച് തമിഴ്സും നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോപ്പറേറ്റീവ് ആണ്. അതുപോലെ നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, NGO. തുടങ്ങിയ സമയത്ത് നമ്മൾ ഫൗണ്ടിങ് ഉള്ള ആളാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതായ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റേത് ഈ യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് സീറ്റുകളും നമുക്ക് ലിമിറ്റഡ് സീറ്റ് ആണ്. ബാക്കിയുള്ള ഇപ്പൊ ഈ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ 300-400 കുട്ടികളൊക്കെ ഓരോ വർഷത്തേക്ക് അഡ്മിഷൻ ചെയ്യുന്ന പോലെ സംഭവമില്ല. അത് 300-400 എന്ന് പറയുന്ന പേപ്പർ കയറത്തേ ഉള്ളൂ. പകുതിയൊക്കെ ആകുമ്പോൾ വിസ രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇന്റർവ്യൂ ഉണ്ട്.
അത് പിന്നെ ഇവിടെ അവിടുന്ന് ഡെലിഗേറ്റ്സ് നാട്ടിൽ വരും, അവരുമായിട്ട് സ്റ്റുഡൻസും പാരൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് ഇന്റർവ്യൂ വെച്ചതിന് ശേഷം അവരെ മാർക്ക് ഷീറ്റ് ഒക്കെ നോക്കി ഒരു ക്വാളിറ്റി ആയിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിയിലല്ല അവർ. പിന്നെ അവർക്ക് കാണാൻ മനസ്സിലാവും ഈ കുട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ പഠിച്ചു തീർക്കാൻ കംപ്ലീറ്റ് ഉള്ള കാപ്പബിലിറ്റി ഉള്ള ആളാണ്. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവരുടേതായ സപ്പോർട്ടും കാര്യങ്ങളും 24 hours നമുക്ക് സപ്പോർട്ടുണ്ട്. നമുക്കിപ്പോൾ എന്ത് ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡീനെയോ അവരെ കോൺടാക്ട് ചെയ്താൽ അവരൊന്നും നമ്മളെ കാണും. നമുക്ക് നല്ലൊരു ഹോംലി ഫീൽ തന്നെയാണ് അവിടെ. ഉഷാറായിട്ട് പോയി. അല്ലെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മോൾഡോയിൽ നിന്ന് പഠിച്ചത്. ഞാൻ ബാക്കിയുള്ള പിള്ളേരോടൊക്കെ ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി. അവിടെ കുറ്റം എന്ന് പറയാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുണ്ടായാലും നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സംസാരിക്കുക, അവർ സോർട്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ കൺസൾട്ടൻസി ആണെങ്കിൽ അവരായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് അത് ക്ലിയർ ഔട്ട് ആക്കി തരും. കാരണം നമുക്കും അവരോട് പിന്നെ ഇടപെടുന്നത് ഈസിയാണ്. അവർ കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് യൂണിവേഴ്സിറ്റി അതിൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട് ഉറപ്പായിട്ടും. അവിടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്താലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്നത്. അത് അവിടെ കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ അരിയേഴ്സ് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കൊരു എക്സാമിന് 3 അറ്റംപ്റ്റ് ഉണ്ട്. ആ 3 അറ്റംപ്റ്റ് കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്തെങ്കിലും എക്സാം ഹിസ്റ്റോറിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ചെയ്തുള്ള എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അതും ഫെയിലായാൽ മാത്രമേ നമുക്കൊരു 3-ൽ കൂടുതൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 3-ൽ കൂടുതൽ അരിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇയർ ബാക്ക് സിസ്റ്റം, സെം ബാക്ക് സിസ്റ്റം ആ സെയിം ക്വാളിറ്റിയാണ്. ഇന്ത്യയും മോൾഡോയും ഏകദേശം ക്വാളിറ്റി. അതുപോലെ തന്നെ FMG പാസിംഗ് റേറ്റ് മോൾഡോയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ NGO ഇല്ല, അപ്പൊ അവരെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ ISFM എന്നാണ് പേര്, അത് കയറി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എത്രത്തോളം സ്റ്റുഡൻസ് അവർക്ക് എല്ലാം വിഷ് ചെയ്തുകൊണ്ട് നമ്മളതിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അടുത്ത സ്റ്റുഡൻസ് എത്രത്തോളം പാസ് ആയിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അവരതിൻ്റെ മോട്ടിവേഷൻ തരും. നല്ലൊരു സിസ്റ്റം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ പാരൻസിനോട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട് പറയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മളൊരു കമ്പാരിസൺ ഉണ്ടാവല്ലോ ചെയ്ത് വെക്കുന്ന സമയത്തേക്ക് ഇപ്പോൾ വളരെ ചീപ്പായിരിക്കുന്ന കൺട്രീസ് അല്ലെങ്കിൽ നമ്മളെ ജോർജിയിലൊക്കെ പോകുന്ന അത്രത്തിന് എക്സ്പെൻസ് ഉള്ളൂ ശരിക്കും. പബ്ലിക് യൂണിവേഴ്സിറ്റിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ലിവിംഗ് കോസ്റ്റും അവിടുത്തെ യൂണിവേഴ്സിറ്റി ഫീസും കുറവാണ്. നമുക്ക് എന്തുകൊണ്ടും കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ പലപ്പോഴും എന്താ പറയുക, ഇത്തരം നല്ല ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് കുട്ടികൾക്ക് എത്താത്തതിന്റെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ എത്താത്തതിന്റെ റീസൺ എന്ന് വെച്ചാലും എല്ലാ വർഷവും ഇവിടെ വരുന്ന ഒരു മാർക്കറ്റിംഗ് ഒരു ബിസിനസ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഓപ്പണായിട്ട് പറയല്ലോ, കൺസൾട്ടൻസികൾ അറിയുന്ന സംഭവമാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പൊ അവര് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എക്സ്ക്ലൂസീവായി ചെയ്തിട്ട് കംപ്ലീറ്റ് ഇതാണ് നമ്പർ 1 എന്നുള്ള രീതിയിലേക്ക് ഞാനിപ്പോ കൺസൾട്ടൻസിനെതിരായിട്ട് സംസാരിക്കില്ല. ചെയ്യുമ്പോഴാണെങ്കിലും ആ സ്റ്റുഡൻസ് അവയർനെസ് ഉണ്ടാവണം. അവരത് ചെയ്യുമ്പോഴത്തേ അവരിപ്പോ ആലോചിക്കും ഓക്കെ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ പോലും അവര് തിരക്കാൻ വേണ്ടോ, അവിടെ പാസ് ഔട്ട് ഉണ്ടോ, FMG പാസ് ഔട്ട് ഉണ്ടോ, അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് കമ്പയർ ചെയ്യുകയും ചെയ്യണം, ബാക്കിയുള്ള 1-2 ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റി കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുകയും വേണം. നമ്മളെ മോൾഡോ എന്ന് പറയുന്നത് അധികം ഈ പ്രൊമോഷനിലോട്ട് മാസമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ വിഷയം അതിലേക്ക് നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി ഉള്ള അങ്ങനെയുള്ള കുറച്ച് 1-2 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ശരി. അതിലേക്ക് ഒരിക്കലും നമ്മൾ ഇതുവരെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കുട്ടികൾ നേരത്തെ വരുന്ന സമയത്ത് പറയും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, നല്ല മാർക്കാണെങ്കിൽ അതാണ്. അതുപോലെ തന്നെ നമ്മളവിടെ പഠിക്കുന്ന ആദ്യമായിട്ട് വന്ന സ്റ്റുഡൻസുകളെല്ലാം അവരെ പാരന്റ്സ് വഴി അവരെ നെയ്ബേഴ്സിന് കസിൻസിന് അവരെല്ലാരും ഇങ്ങോട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യും. നമ്മൾക്ക് വരുന്ന അഡ്മിഷൻസ് റെഫർ അഡ്മിഷൻ അത് ഈ സംഭവം അത് കാരണം അവരെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രൊമോഷൻ എടുത്ത് ചുമ്മാ വിളിച്ച് കൊണ്ടുപോകണമല്ല, ഒരു കേട്ടറിഞ്ഞ് വരുന്ന അഡ്മിഷന്റെ എണ്ണം എന്നിട്ടും 1500 അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് നമ്പറാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ 1500. അപ്പൊ ആകെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ. ഇങ്ങോട്ടും എല്ലാവരും നല്ല രീതിയിൽ പോകുന്ന ഒരു കൺട്രിയാണ്. വലിയ റേസിസോ അതേപോലെ ഹോസ്റ്റലൊക്കെ വേണമെങ്കിൽ അപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കാം. എല്ലാ അവൈലബിലിറ്റി നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ വേറെയുള്ളവരോ കാര്യത്തിൽ ഇടപെടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിരിക്കും ലൈഫ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നുണ്ട്. മെസ്സ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവിടെ കഴിക്കാം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? വേറെ എന്തൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ഡോക്ടറായി ആവാൻ പോകുന്നു. തിയററ്റിക്കൽ സ്കില്ല് കഴിഞ്ഞ് പ്രാക്ടിക്കൽ സ്കില്ലോട്ട് കയറി അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല പ്രാക്ടിക്കൽ അല്ല മോട്ടോവിൽ. നമ്മൾ പെട്ടെന്ന് പാസ്സായി. അത് മാത്രമല്ല പിന്നെ
പിന്നെ പിള്ളേരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേർഡ് ഇയർ സ്റ്റുഡൻസിനോട് പറയും പിന്നെ അത്യാവശ്യം നല്ല കാരണം അവിടെ ഫാർമ തേർഡ് ഇയർ ഒരു റീസൺ വെച്ചാലും ആ ഒരു ലൊക്കേഷനിൽ ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന കംപ്ലീറ്റ് ആ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ട് വരുന്ന ഹോസ്പിറ്റൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് അസുഖം ആ നാട്ടുകാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലെ ആശ്രയിക്കുന്ന നിവൃത്തി ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് റൊമേനിയ, അതും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും കാണാൻ സെയിമാണ്. നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. റഷ്യ പോലെ യുക്രൈൻ പോലെ അത്ര ഡിഫറൻസ് ഇല്ല, ഡിഫിക്കൽട്ടി ഇല്ല. അതാണ്. അപ്പൊ അതൊരു ഈസി വേണം. നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ആദ്യത്തെ 2 വർഷം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് പേഷ്യന്റ് വയസ്സായ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഒന്നുകൂടി ഈസിയാണ്. ഞാൻ എനിക്ക് അവിടുന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാലും അവിടെ ജനങ്ങൾ ബാക്കി നമ്മൾ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് ഓൾമോസ്റ്റ് ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം. പ്രത്യേകിച്ച് യങ്ങേഴ്സ് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. യൂറോപ്പ് കൺട്രി അവരിപ്പോ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ പോയ സമയത്തിനെക്കാട്ടി നല്ല ഡിഫറൻസ് ഉണ്ട്. പണ്ട് ഞാൻ പോയപ്പോ ചെറിയ പെട്ടിക്കടകളല്ല ഇപ്പൊ അവിടുത്തെ വലിയ കടകളാണ്. അത്ര ഡെവലപ്മെന്റ് ഉണ്ട്. പെട്ടെന്ന് അതെ അതെ. അതേപോലെ പെട്ടെന്ന് വച്ചടി കയറിയുന്ന രാജ്യം യുക്രൈന് പെട്ടെന്ന് വാറിന്റെ ഇഷ്യൂ യുക്രൈൻ അതേപോലെ നല്ല രീതിയിൽ പോയാൽ. പിന്നെ അതുപോലെ പക്ഷെ വേറെ സംഭവമുണ്ട്, യുക്രൈനിലെ എഡ്യൂക്കേഷനെക്കാട്ടും ബെറ്റർ ആണ് ശരിക്കും മോൾഡോവ. എഡ്യൂക്കേഷനിൽ ഞാൻ വേറൊരു കൺട്രിയായിട്ട് മോൾഡോവനെ താരതമ്യം ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ നമ്പർ 1 മോൾഡോവയാണ്. ഞാൻ പഠിച്ച എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത്. നമുക്കും ഈ എക്സ്പീരിയൻസ്, കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഓൾമോസ്റ്റ് കൺട്രീസ് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, നമ്മുടെ തന്നെ കുട്ടികൾ ഇവിടെ എല്ലായിട്ടും പഠിക്കുന്നത്. അപ്പൊ നമ്മളെ എപ്പോഴും ഇവരെ ഫീഡ്ബാക്ക് എടുക്കും. പ്രത്യേകിച്ച് ഞാൻ എല്ലാ കുട്ടികളും ഡെയിലി നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, മോശമാണോ, കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കും. അപ്പോൾ കുട്ടികൾ ഓരോ പ്രശ്നങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരാത്തത് മോൾഡോവയല്ല. നല്ലൊരു ഞാൻ ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ബാക്കി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മോൾഡോവയിലേക്കൊക്കെ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ മോൾഡോവ യൂണിവേഴ്സിറ്റി, നിക്കോളാസ് ടെസ്മിദാനോ യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ മിനിസ്റ്റർ, നമ്മുടെ ഹെൽത്ത് അഫയേഴ്സ് അവിടെ നമ്മളെ ശൈലജ ടീച്ചറൊക്കെ അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടറേറ്റ് ഒക്കെ നമ്മളെ കേരളമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എംബസി നാട്ടിൽ തുടങ്ങി. എംബസി ഉണ്ടായിരുന്നില്ല മോൾഡോവ. ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അന്ന്. പിന്നെ ദുബായ് അബുദാബി അങ്ങനെയായിരുന്നു. ഇന്ത്യയിലും തുടങ്ങി. അതുപോലെ തന്നെ നമുക്കിപ്പോ അവിടെ മോൾഡോവയില് വെറ്റിനറി ഡിഗ്രി നോർമൽ ഡിഗ്രി, ലാംഗ്വേജ് കോഴ്സ് അങ്ങനെയുള്ള ഇതും തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അഡ്മിഷൻ കൊണ്ട് നോക്കി. പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോ ഈ പിന്നെ മോൾഡോവയിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മളൊരു ടീമായിട്ടാണ്. അല്ലാതെ നമ്മൾ ടീം വെച്ച് നമ്മൾ അമീൻ ഉൾപ്പെടെയുള്ള ഒരു ടീമായിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ 24/7 ടൈം നമ്മൾ ആരെങ്കിലും ഒരാൾ എന്തായാലും റെസ്പോൺസ് ചെയ്യാൻ എന്തായാലും ഉണ്ടായിരുന്നു ഉറപ്പാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ എബ്രോഡൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണെങ്കിലും വെറുതെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ പോവാതെ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി കൂടി നോക്കിയിട്ട് ഉറപ്പായിട്ടും അവിടെ പഠിക്കുന്ന ഡോക്ടേഴ്സിനോട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് എന്നിട്ടൊരു ഡിസിഷൻ എടുക്കായിരിക്കും എപ്പോഴും ബെറ്റർ. ആ ഡിസിഷൻ എടുക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം 1 or 2 lakhs. അത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരുപാട് ഏജൻസികളുണ്ടല്ലോ, പല ഏജൻസികൾ ഈ മോൾഡോവയെ പറ്റിയിട്ട് ഒരു കുറ്റം പറയുന്നതെന്ന് വെച്ചാലും അവിടെ 7 വർഷത്തെ അക്കാദമിക്കാണ് എന്നുള്ളത് വിഷയമാണ്. 6+1 എന്നുള്ളത് സംഭവമാണ്. പക്ഷേ ഇതിന്റെ സത്യം അന്വേഷിക്കാൻ ആരും പോകാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സത്യം അന്വേഷണങ്ങളൊക്കെ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ റൂളുണ്ട്. ഏകദേശം എല്ലാ സ്ഥലത്തും 6+1 എന്നുള്ള ഒരു സംഭവം. അതായത് യൂറോപ്യൻ സ്റ്റഡീന്റെ പ്രത്യേകത വെച്ചാല് യൂറോപ്പില് പിന്നെ മെഡിസിന്റെ ഡ്യൂറേഷൻ 6 year ആണ്. അതിനകത്ത് യാതൊരു സംശയവും പണ്ടോട്ടേ അങ്ങനെയാണ്. പണ്ട് മുതലേ അങ്ങനെ. ആ ഡിഗ്രി മാത്രമേ യൂഎസ് വാല്യൂ ചെയ്യുള്ളൂ. അതാണ് ശരിക്കും എന്താണ് യൂറോപ്യൻ സിലബസ്. അപ്പൊ ഇതിന്റെ കൂടെ +1 year ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് NMC പറഞ്ഞതുകൊണ്ട് +1 year ചെയ്യുമ്പോൾ 7 year. ഇപ്പൊ നമ്മളെ മോൾഡോയുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കറക്റ്റ് ലീഗലായിട്ട് കാര്യങ്ങൾ പോകത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പല കൺട്രികളും 6 വർഷം ഡ്യൂറേഷനിലെ കൺട്രികൾ പലതും 5+1 ആക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നതേ ഉള്ളൂ. അത് അറിയണമെങ്കിൽ ആ ഏരിയ ബാച്ച് പാസ് ഔട്ട് ചെയ്യാൻ എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ മോൾഡോയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡോയിൽ 6 വർഷം പഠിച്ചാൽ മതി. അവർക്കിപ്പോ UK-ലോ US-ലോ
ഓസ്ട്രേലിയയിലോ പോകണമെങ്കിൽ 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് എക്സാം എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എഴുതി അവർക്ക് പോകാൻ പറ്റും. അവർക്ക് നാട്ടിലോട്ട് ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ മാത്രമാണ് 1 ഇയർ ഇന്റേൺഷിപ്പ് മോൾഡോയിൽ എക്സ്ട്രാ ചെയ്യേണ്ടത്. ഏകദേശം എന്റെ അറിവിൽ ഏകദേശം എല്ലാ കൺട്രിയും അങ്ങനെയാണ്. കുറച്ച് കൺട്രികൾ അത് പുറത്ത് വിട്ടിട്ടില്ല. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ മനസ്സിലാക്കും. നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അതിന് ടൈം എടുക്കും. അതിന് ഇപ്പൊ അന്ന് ആ റൂൾ വന്നതിന് ശേഷം എൻട്രി ചെയ്ത സ്റ്റുഡൻസുകൾ പാസ് ഔട്ട് ആകുമ്പോഴേ അതിൻ്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ മോൾഡോയിൽ പറയുമ്പോഴത്തേക്ക് പറയും 6+1 ആണ്, അവർക്ക് പുറത്ത് രാജ്യത്താണ് വർക്ക് ചെയ്യാനുള്ളതെങ്കിൽ അങ്ങനെ പോവാം. ഇത് പിന്നെ മോൾഡോ മാത്രമല്ല, യൂറോപ്പിൽ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയിരിക്കുന്ന യൂറോപ്പ് എല്ലാ കൺട്രീസും സെയിം ആണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി പിള്ളേർക്ക് അത് അവർ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കി അത് ചെയ്യാവും. കാരണം അല്ലാത്ത പക്ഷം പല രാജ്യത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 6 വർഷം കഴിയുമ്പോൾ ലൈസൻസിങ് എക്സാം എന്ന് പറയുന്ന എക്സാം അവരെ ലാംഗ്വേജിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് ആ ലൈസൻസിങ് എക്സാം ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഫെയിൽ ആയി പോകും. പിന്നെ അവർ അത് ഒന്നുകൂടി എഴുതണം. അത് മാത്രമല്ല മറ്റൊരു വിഷയം എനിക്ക് പേടിയുള്ള വിഷയം ചിലപ്പോൾ ചില രാജ്യങ്ങൾ 6 ഇയർ ആണ്, അത് ഇൻക്ലൂഡ് ഇന്റേൺഷിപ്പ് 5+1 എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പക്ഷെ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. ഈ വ്യക്തത വരാത്തോളം കാലം ഈ കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കില്ല എന്ന യൂണിവേഴ്സിറ്റിയോ കൺട്രിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചത് നമ്മളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നീ നമ്മളൊരു ഇപ്പം 5+1 എന്ന് പറയുന്ന കൺട്രി ഏതാണെന്ന് നോക്കിയിട്ട് അവരെ ഗവൺമെന്റ് ലോയും നമ്മളെ നാട്ടിലത്തെ ഗവൺമെന്റ് ലോയും തമ്മിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്. അത് മനസ്സിലാക്കി അതിന്റെ ഒരു ക്ലിയർ ഫോർമാറ്റ് കണ്ട് മനസ്സിലാക്കി അത് ഉറപ്പുവരുത്തിയിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പ് ഞാൻ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് റൂൾസ്. ഞാനത് പറയാൻ കാരണം ചില രാജ്യങ്ങളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം, മലേഷ്യയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ പല രാജ്യങ്ങളിൽ ഈ റൂളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. പിന്നെ പാരന്റ്സും സ്റ്റുഡൻസും നല്ല രീതിയിൽ അവെയർ ആയിരിക്കണം. കറക്റ്റ് റൂൾസ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടേ പോകാവുള്ളൂ. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന് നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.